നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശ്യാമയാണല്ലോ. ശ്യാമ ചേച്ചി, ശ്രീകുട്ടി ഞങ്ങളോടൊപ്പം ഉണ്ട്. ശ്യാമേ, ശ്രീകുട്ടി മോള് നിങ്ങളോടൊപ്പം ഉണ്ടോ? എങ്ങനെ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ശരി, ഞാനത് അരുണിനെ ഒന്ന് വിളിക്കട്ടെ. മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? മോള് ഓക്കെ അല്ലേ? അരുൺ, അരുൺ, നമ്മുടെ മോളെ കിട്ടി. നമ്മുടെ ശ്രീകുട്ടിയെ കിട്ടി. എവിടുന്ന്? എന്റെ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയല്ലോ, ഭാഗ്യം. ശ്രീകുട്ടി, മാത്രം വിഷമിച്ചു എന്നറിയോ? എന്റെ മോളെ അമ്മ പേടിച്ചു പോയടാ. മോളെ ശ്രീകുട്ടി, മോളെ മോളെ ശ്രീകുട്ടി, അങ്കിള് എന്തുമാത്രം വിഷമിച്ചെന്നറിയാമോ മോളെ കാണാതെ? നിങ്ങൾ രണ്ടാളോടും എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല ശ്യാമ. നന്ദിയോ? എന്നോടും അഖിൽ സാറിനോടുവോ? ഇതാ ഇപ്പൊ നന്നായി. ശ്രീകുട്ടി ഞങ്ങളുടെയും കൂടി മോളല്ലേ? എന്നാലും നിങ്ങൾ വിചാരിച്ചിട്ടാ മോളെ കണ്ടെത്താൻ പറ്റിയത്. സത്യത്തിൽ ഞങ്ങള് തിരിച്ച് നാട്ടിലേക്ക് പുറപ്പെടാനായിട്ട് ഒരുങ്ങിയതാ.
അപ്പൊ ശ്യാമയ്ക്ക് ക്ഷേത്രത്തിൽ പോകാൻ തോന്നിയതാ ഭാഗ്യമായത്. അങ്ങനെയാ ശ്രീകുട്ടിയെ കാണാൻ പറ്റിയത്. എന്നും എപ്പോഴും സാക്ഷാൽ കണ്ണൻ ശ്യാമയ്ക്കൊപ്പം ഉണ്ടല്ലോ. മോളുടെ ഭാഗ്യം കൊണ്ട് അപ്പ ക്ഷേത്രത്തിൽ പോവാൻ കണ്ണൻ ശ്യാമയുടെ മനസ്സിൽ തോന്നിച്ചതാവും. എനിക്കിന്ന് അമ്മയോടൊപ്പം നിൽക്കണം. അയ്യോ മോളെ, അതെങ്ങനെയാ പറ്റുക? കുറച്ച് സമയം അമ്മയോടൊപ്പം നിൽക്കാം, പിന്നെ മോളെ അങ്കിള് അവിടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. അല്ലെങ്കിൽ അറിയാലോ, മുത്തശ്ശിയും എല്ലാരും മോള് തിരിച്ചു വന്നിട്ട് എവിടെയാണെന്ന് സംശയിക്കും. മാത്രമല്ല മുത്തശ്ശിയും അമൃത ആന്റിയും എല്ലാരും മോളെ കാണാൻ കാത്തിരിക്കുക. എനിക്ക് മുത്തശ്ശി അമൃതാന്റെ എല്ലാരും കാണാൻ കൊതിയായി. അത് നാളെ ആവട്ടെ. ഇന്ന് ഞാൻ അമ്മയോടൊപ്പം നിൽക്കട്ടെ അങ്ങളെ. മോളെ പിരിയാൻ എനിക്ക് മനസ്സുണ്ടായിട്ടല്ല. മോളിവിടെ നിന്നാ മോള് നാട്ടിലെത്തിയിട്ട് എവിടെയെന്ന് തിരക്കില്ലേ? പിന്നത് സംശയാവില്ലേ മോളെ? എനിക്ക് അമ്മയുടെ അടുത്ത് നിൽക്കണം. ഏട്ടാ, മോളിന്ന് അശ്വതീശ്വര അടുത്ത് നിൽക്കട്ടെ. അല്ല, സാരമില്ല ഏട്ടാ, അവിടുന്ന് ഐശ്വര്യ അടുത്തയോ അമ്മയെ വിളിക്കുമ്പോ എന്തെങ്കിലും പറഞ്ഞൊഴിയാം. മോളാകെ പേടിച്ചിരിക്കല്ലേ. മോളുടെ മാനസികാവസ്ഥ കൂടി നമ്മൾ ആലോചിക്കണ്ടേ. ശ്യാമ പറഞ്ഞത് ശരിയാ. ഇന്നൊരു ദിവസം ശ്രീകുട്ടി ഇവിടെ നിൽക്കട്ടെ. താങ്ക് യു ശ്യാമേച്ചി. താങ്ക്സ് അങ്ങളെ. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ അല്ലേ മോളെ? അങ്കിള് പോവാട്ടോ. മോളെ കൂട്ടിക്കൊണ്ടുപോവാൻ അങ്കിള് നാളെ വരാട്ടോ. അങ്കിൾ എവിടെ പോവാ? നമ്മുടെ വീട്ടിലേക്ക്. അങ്കിളിനെ ഞാനിന്ന് വിടില്ല. അയ്യോ മോളെ, അത് പറ്റില്ല. അങ്കിളെ എനിക്ക് പേടിയാ. അയ്യോ മോളെ, അങ്കിളിന് പോവാതെ പറ്റില്ല. പോവല്ലേ അങ്കിളെ, എനിക്ക് പേടിയാ. അയ്യോ മോള് എന്തിനാ പേടിക്കുന്നേ? ഇവിടെ മൂക്ക കൂട്ടായിട്ട് അമ്മയുണ്ടല്ലോ, പിന്നെന്താ? എന്നാലും അവര് വരും. മുരുകനും വെള്ളച്ചാമിയും വീണ്ടും വരും. ഏയ് ഇല്ല മോളെ, ഇവിടെ ആരും വരില്ല. അങ്കിള് കൂടി ഉണ്ടെങ്കിൽ ആരും വരില്ല. പോവല്ലേ അങ്കിളെ? പോവല്ലേ പ്ലീസ്. മോളുടെ പേടി കണ്ടില്ലേ? അരുണേട്ടാ, ഏട്ടൻ കുറച്ച് സമയം കൂടി ഇവിടെ നിൽക്കുക, അതാ നല്ലത്. അത് നല്ലതായിട്ടാ, മോൾക്ക് കുറച്ച് ആശ്വാസം കിട്ടട്ടെ. ആ, എന്നാ ഞങ്ങള് പോവാ, രാവിലെ വരാം. യാത്രയൊക്കെ ചെയ്ത് ക്ഷീണിച്ചു വന്നതല്ലേ, പൊയ്ക്കോളൂ. മോൾ പേടിക്കണ്ട കേട്ടോ. അരുണെങ്കിലും ഇവിടെ ഉണ്ടാവും, ഇനി ആരും വരില്ല. ആരുണ്ടെങ്കിൽ എനിക്ക് പേടിയില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.